കേരളത്തിലെ സഖ്യരാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളെയും പ്രാദേശിക ശക്തി കേന്ദ്രങ്ങളെയും മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പ്രധാന രാഷ്ട്രീയ നീക്കത്തിനാണ് മധ്യ കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിലെ ഇതിഹാസമായിരുന്ന KM മാണിയുടെ മരുമകനും റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനുമായ MP ജോസഫ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വിട്ട് ഔദ്യോഗികമായി കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ്. മുൻപ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കരിപ്പൂരിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച അദ്ദേഹത്തിന്റെ ഈ പാർട്ടി മാറ്റം കേവലം വ്യക്തിപരമായ ഒരു തീരുമാനമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു നറേറ്റീവ് ഷിഫ്റ്റിന്റെ സൂചനയാണ്. ഈ നീക്കത്തിന്റെ സ്ട്രക്ചറൽ പശ്ചാത്തലം പരിശോധിച്ചാൽ കേരള കോൺഗ്രസിന്റെ വിവിധ ഗ്രൂപ്പുകൾക്കിടയിൽ UDF സഖ്യത്തിനുള്ളിലും വലിയൊരു തന്ത്രപരമായ പുനഃക്രമീകരണം നടക്കുന്നുണ്ടെന്ന് വ്യക്തമാകും. ഒരു ബ്യൂറോക്രാറ്റ് എന്ന നിലയിലുള്ള ഭരണപരിചയവും KM മാണിയുടെ കുടുംബവുമായുള്ള വൈകാരിക ബന്ധവും ഒരുപോലെ അവകാശപ്പെടാൻ കഴിയുന്ന ഒരു നേതാവ് ജോസഫ് ഗ്രൂപ്പിൽ നിന്നും മാറുമ്പോൾ അത് ആ പാർട്ടിയുടെ അടിത്തറക്കേൽക്കുന്ന ചെറിയൊരു ആഘാതമല്ല. മധ്യ കേരളത്തിലെ നിർണായകമായ വോട്ട് ബാങ്കുകളിൽ സ്വാധീനമുറപ്പിക്കാൻ കോൺഗ്രസ് സ്വന്തം നിലയിൽ നടത്തുന്ന ലീഡർഷിപ്പ് വിപുലീകരണത്തിന്റെ ഭാഗമായി വേണം ഈ രാഷ്ട്രീയ നീക്കത്തെ വിലയിരുത്താൻ. സഖ്യകക്ഷികളിലുള്ള ആത്മവിശ്വാസത്തിന് പകരം കോൺഗ്രസ് സ്വന്തം സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ ലക്ഷണമാണിത്. ഒരു സംസ്ഥാനത്തിന്റെ ഭരണ നിർവഹണത്തെയും പ്രാദേശിക വികസനത്തെയും ഇത്തരം രാഷ്ട്രീയ കൂടമാറ്റങ്ങൾ കൃത്യമായി സ്വാധീനിക്കുന്നുണ്ട്. ബ്യൂറോക്രസിയിലും പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലും ദീർഘകാലത്തെ പരിചയ സമ്പത്തുള്ള വ്യക്തികൾ മുന്നണി രാഷ്ട്രീയത്തിന്റെ പ്രധാന ധാരയിലേക്ക് വരുമ്പോൾ അത് നയരൂപീകരണങ്ങളിലും പ്രാദേശിക വികസന അജണ്ടകളിലും കൂടുതൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. സാധാരണ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം ജനപ്രതിനിധികളുടെയോ പ്രമുഖ നേതാക്കളുടെയോ രാഷ്ട്രീയ നിലപാടുകളിലെ ഈ സ്ഥിരതയും മാറ്റങ്ങളും അവരുടെ പ്രാദേശിക ആവശ്യങ്ങളെയും വോട്ട് വീതത്തിന്റെ വികേന്ദ്രീകരണത്തെയും എങ്ങനെ ബാധിക്കുമെന്നത് സങ്കീർണമായ ഒരു ചോദ്യമാണ്. ഭരണഘടനാപരമായ ജനാധിപത്യ മൂല്യങ്ങളെ മുൻനിർത്തി ഇതിനെ വിശകലനം ചെയ്യുമ്പോൾ പാർട്ടി ഗ്രൂപ്പിസങ്ങൾക്കും വ്യക്തി കേന്ദ്രീകൃത രാഷ്ട്രീയത്തിനും അപ്പുറം കൃത്യമായ പ്രത്യയശാസ്ത്ര അടിത്തറയുള്ള ദേശീയ പ്രസ്ഥാനങ്ങളിലേക്ക് പ്രാദേശിക നേതാക്കൾ ആകർഷിക്കപ്പെടുന്നത് ആരോഗ്യകരമായ ഒരു പ്രവണതയായി കാണാം. ഓരോ മുന്നണിയിലെ ഘടകകക്ഷികൾക്കിടയിൽ നടക്കുന്ന ഈ ആഭ്യന്തര ചോർച്ചകൾ ജനാധിപത്യപരമായ അക്കൗണ്ടബിലിറ്റിയെയും മുന്നണി മര്യാദകളെയും എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ ഗൗരവമേറിയ ചർച്ചകൾ ആവശ്യമാണ്. കേവലമായ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്കപ്പുറം ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഭരണസ്ഥിരത ഉറപ്പാക്കാൻ ഇത്തരം രാഷ്ട്രീയ പുനഃക്രമീകരണങ്ങൾക്ക് സാധിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയണം. സംസ്ഥാനത്തെ ഭരണ സംവിധാനങ്ങളെയും രാഷ്ട്രീയ ദിശാബോധത്തെയും മാറ്റിമറിക്കുന്ന ഇത്തരം സുപ്രധാന നീക്കങ്ങൾ ഓരോ ജാഗ്രതയുള്ള പൗരനും കൃത്യമായി വിലയിരുത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ ജനാധിപത്യം കൂടുതൽ സുതാര്യവും ശക്തവുമായി നിലനിൽക്കുകയുള്ളൂ. മധ്യ കേരളത്തിലെ രാഷ്ട്രീയ ചിത്രത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ കൂടുമാറ്റത്തെ കുറിച്ചുള്ള നിങ്ങളുടെ വസ്തുതാപരമായ നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം കൂടുതൽ ആഴത്തിലുള്ള രാഷ്ട്രീയ വിശകലനങ്ങൾക്കായി ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക.